നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സഖ്യത്തിനും ബദലിനുമിടയിൽ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യനീക്കം സംബന്ധിച്ച് CPM പൊളിറ്റ് ബ്യൂറോ ഇന്ന് ചർച്ച ചെയ്യാനിരിക്കെ ദേശീയ ഇടതുബദലിന് കേരളം വഴിതെളിക്കണമെന്ന് സീതാറാം യെച്ചൂരി. വിവാദ സഖ്യനീക്കത്തിൽ നിലപാട് വ്യക്തമാക്കി യെച്ചൂരിയുടെ പ്രസംഗം തലസ്ഥാനത്ത് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിൽ. കേരളത്തിൽ LDF അധികാരത്തിൽ തിരികെ വരുമെന്നും രാജ്യത്ത് ജനാധിപത്യ മതേതര ബദൽ രൂപപ്പെടുത്തുന്നതിൽ അത് നിർണായക പങ്ക് വഹിക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി. പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെന്ന് കോൺഗ്രസിനും BJPക്കും ആക്ഷേപം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം അനിവാര്യമെന്ന പാർട്ടി ബംഗാൾ ഘടകത്തിന്റെ നിലപാടിൽ ഇന്ന് PBയിൽ നിർണായക ചർച്ച. അന്തിമ തീരുമാനം നാളെയും മറ്റന്നാളും ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ. പ്രത്യയശാസ്ത്രപരമായ ദിശമാറ്റം പാർട്ടിയെ കുഴിയിൽ വീഴ്ത്തുമെന്ന നിലപാടിലുറച്ച് കേരള ഘടകം. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റി യോഗത്തെ ശബ്ദായമാനമാക്കും. ബംഗാളിനും കേരളത്തിനുമിടയിൽ യെച്ചൂരിയുടെ പ്രതിസന്ധി. രാജ്യദ്രോഹത്തിൽ കൂടുതൽ നടപടി. JNUവിലെ അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് സർവകലാശാല മുൻ അധ്യാപകൻ അറസ്റ്റിൽ. രാജ്യദ്രോഹ കുറ്റം ചുമത്തി പ്രൊഫസർ SAR ഗിലാനിയെ അറസ്റ്റ് ചെയ്തത് വിവാദ ചടങ്ങിന് ഹാൾ ബുക്ക് ചെയ്യുന്നതിനുള്ള അപേക്ഷ നൽകിയതിന്. 2001 പാർലമെന്റ് ആക്രമണ കേസിൽ 9 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ഗിലാനി 2 വർഷത്തിനു ശേഷം കുറ്റവിമുക്തനാക്കപ്പെട്ടത് മതിയായ തെളിവുകളില്ലാത്തതിനാൽ. ക്യാമ്പസിലെ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളുടെ പഠിപ്പുമുടക്ക് സമരത്തിന് തുടർച്ച. വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കനയ്യകുമാറിനെതിരായ രാജ്യദ്രോഹ കേസിൽ NIA അന്വേഷണ ആവശ്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് സൂചന. കനയ്യയുടെ കസ്റ്റഡി കാലാവധി 2 ദിവസത്തേക്ക് കൂടി നീട്ടി കോടതി ഉത്തരവുണ്ടായത് ഇന്നലെ. കൊലവിളിയുടെ കുരുതിക്കളം. കണ്ണൂരിനെ വീണ്ടും കുരുതിക്കളമാക്കി രാഷ്ട്രീയ പകയുടെ കൊലവിളി. ഇന്നലെ രാത്രി RSS പ്രവർത്തകൻ സുജിത്ത് വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മേഖലയിൽ ഹർത്താൽ. അക്രമവുമായി ബന്ധപ്പെട്ട് 8 CPM പ്രവർത്തകർ കസ്റ്റഡിയിൽ. അക്രമി സംഘം സുജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പാപ്പിനിശ്ശേരി ആരോളി ആസാദ് കോളനിയിലെ വീട്ടിൽ ഇന്നലെ രാത്രി വൈകി. തടയാൻ ശ്രമിച്ച മാതാപിതാക്കൾക്കു നേരെയും അക്രമം. പരിക്കേറ്റ സഹോദരനും ആശുപത്രിയിൽ. CPM അക്രമം. P ജയരാജൻ കതിരൂർ കേസിൽ പ്രതിയായതിന്റെ ജാള്യം മറയ്ക്കാൻ എന്ന ആരോപണവുമായി BJP ജില്ലാ ഘടകം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കണ്ണൂർ വീണ്ടും പാർട്ടി അക്രമങ്ങൾ കരകാങ്ങുന്നതിൽ മറുപടി കാണാതെ CPM. കാലാവധിയിലെ കുരുക്ക്. സോളാർ അന്വേഷണം പൂർത്തിയാക്കാൻ കാലാവധി നീട്ടണമെന്ന ആവശ്യവുമായി ജസ്റ്റിസ് ശിവരാജൻ സർക്കാരിന് മുന്നിൽ. പുതിയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദ റിപ്പോർട്ട് തയ്യാറാക്കാൻ 6 മാസം കൂടി വേണമെന്ന ആവശ്യം. കാലാവധി നീട്ടുന്ന കാര്യത്തിൽ സർക്കാർ എത്രയും വേഗം തീരുമാനം അറിയിക്കാൻ നിർദ്ദേശം. കമ്മീഷനെ വിമർശിച്ച മന്ത്രി ഷിബു ബേബി ജോണിന്റെ പരാമർശം ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും ജസ്റ്റിസ് ശിവരാജൻ. വിവാദ പരാമർശത്തിൽ മന്ത്രി ഷിബു ഖേദപ്രകടനം നടത്തിയത് ഇന്നലെ. മരിക്കാത്ത ഓർമ്മകളിൽ. സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ മങ്ങാത്ത ഓർമ്മയായി നിഖിൽ ദേവ്. കൗമുദി TV പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്ന നിഖിൽ ദേവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് ഓർമ്മകളിലേക്കുള്ള മടക്കയാത്രയായി. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പ്രൊഫസർ ജോർജ് ഓണക്കൂർ, മുൻ മന്ത്രി പന്തളം സുധാകരൻ, ജോയ് ജോസഫ് എന്നിവർക്കൊപ്പം സഹപ്രവർത്തകരും ഓർമ്മകൾ പങ്കിട്ടു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്തിന് സമീപം കല്ലാറിലുണ്ടായ അപകടത്തിലായിരുന്നു നിഖിൽ ദേവിന്റെ മരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.